കൂട്ടുകാരെ, നമ്മളപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കീനോട്ടാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്ത കീനോട്ട് എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ഓൾവേസ് ദ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ നന്നായി ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക. ഓക്കെ, അത് കേട്ടതിന് ശേഷം ഇത് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 നമ്പേഴ്സ് എഴുതുകയാണ്. 3, 7, 11. ഓക്കെ. ഇത് അരിതമെറ്റിക് സീക്വൻസ് ആണോ എന്നൊന്ന് നോക്കിക്കേ. 3യുടെ കൂടെ എത്ര കൂട്ടിക്കഴിഞ്ഞാലാ 7 കിട്ടുന്നത്? 3യുടെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? 4 കൂട്ടിക്കഴിഞ്ഞു. നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും അല്ലേ? 7ന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടി? 4 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 11 കിട്ടും അല്ലേ? 11ന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും അല്ലേ? സോ 15 ഇത് 4 ആണ്. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എന്താ കോമൺ ഡിഫറൻസ്? ഡി ഈസ് ഈക്വൽ ടു എന്താണ്? 4 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മൾ ഇനി നോക്കുക. അതായത് ഇതിലെ 2 ടേമുകൾ ഞാൻ എടുക്കുക. ഏത്? 3യും 15 എന്ന് പറയുന്ന ഒരു ടേമുകൾ എടുത്തു. ഓക്കെ, ഈ 2 ടേമിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക അല്ലേ? 15 മൈനസ് 3 എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 12 എന്ന് കിട്ടും. ഈ 12 എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റും എന്താ? 4 ഇൻറ്റു 3 ആണ് അല്ലേ? 12 എന്ന് പറയുന്നത്. ഈ 4 എന്ന് പറയുന്നത് എന്താ നോക്കി? 4 എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? ഈ കോമൺ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? 4 എന്ന് പറയുന്നത്. ആ 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? 12 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും 2 ടേം, കോൺസിക്യൂട്ടീവ് ടേംസ് അല്ല കേട്ടോ. ഓക്കെ, കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഏതെങ്കിലും 2 ടേംസ് എടുത്ത് അവരുടെ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്തായാലും കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ടെക്സ്റ്റിൽ അധികം അത്ര അങ്ങ് കണ്ടില്ല, പക്ഷേ ഓണപരീക്ഷയ്ക്ക് ചോദിച്ചു. അത് ഈ കൺസെപ്റ്റ് അറിയാത്ത പിള്ളേർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിലും, ഇപ്പോൾ സപ്പോസ് ഞാൻ എടുക്കുകയാണ് ഒരു ഇത് സിമ്പിൾ അല്ല സാറേ, അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കണ്ടുകൂടെ അറിഞ്ഞൂടെ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ? സോ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 101, 109, 117. ഓക്കെ, ഇത് അരിത്തമെറ്റിക് സീക്വൻസാണ്. ഓക്കെ, ഇനി ഒരു 2-3 ടേമും കൂടെ എഴുതണ്ടേ? ഓക്കെ, 117, 125, 133. ഓക്കെ, സോ ഇവിടെ നോക്കുക എന്താ എത്ര കൂട്ടിയപ്പോഴാണ് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ പഠിച്ചതാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഡി ഈസ് ഈക്വൽ ടു എന്താണ്? തൊട്ടടുത്ത 2 ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്യുക അല്ലേ? 109ൽ നിന്ന് സോറി 109ൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? 101 മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഇതിലൊരു 2 ടേം എടുക്കുക. ഒന്നാമത്തെ ടേം ഞാൻ 101 എടുത്തു. രണ്ടാമത്തെ ടേം ഞാൻ എന്തെടുത്തു? 133 എടുത്തു. ഞാൻ എന്ത് ചെയ്യാണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഓക്കെ, വലുതിൽ നിന്ന് ഞാൻ എന്ത് കുറച്ചു? ചെറുത് കുറച്ചു. ഓക്കെ, 101ൽ നിന്ന് ഞാൻ എന്തെടുത്തു? 133ൽ നിന്ന് 101 മറിച്ചു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 32 എന്ന ആൻസർ കിട്ടി. ഈ 32 എന്ന് പറയുന്നത് 8ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ലേ? നോക്കി നോക്കിയേ, എങ്ങനെ എഴുതാം? 8 ഇൻറ്റു 4 അല്ലേ? 8 ഇൻറ്റു 4 എന്താണ്? 32 ആണ്. ഈ 32 എന്ന് പറയുന്നത് എന്തിൻ്റെ മൾട്ടിപ്പിളാ? 8ൻ്റെ മൾട്ടിപ്പിൾ. ഈ 8 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കോമൺ ഡിഫറൻസാ അല്ലേ? സോ ഈ കോമൺ ഡിഫറൻസ്, സോ ഇതുപോലെ ഏതെടുത്താലും ഇപ്പോൾ ഇനി എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 100 ടേം എടുത്താൽ ഒന്നാമത്തതും 100ാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? കോമൺ ഡിഫറൻസ് ആണ്. ആ ഒരു കോമൺ ഡിഫറൻസിൻ്റെ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇതാണ് എന്തെന്ന് പറയുന്നത് അടുത്ത കീനോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 3 കീനോട്ട് പറഞ്ഞു കേട്ടോ. ഒന്ന് കോമൺ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു, കോമൺ ഡിഫറൻസ് കൂടി പോകും, കുറഞ്ഞു പോകും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും നമ്പർ തമ്മിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കോമൺ ഡിഫറൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? അടുത്ത ടേം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഇത് 4ാമത്തെ കീനോട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഏതെങ്കിലും 2 കോമൺ ഡിഫറൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് ആയിരിക്കും. കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ? കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത കീനോട്ടിലോട്ട് പോട്ടെ. ഓക്കെ, അടുത്ത കീനോട്ട് എന്ന് പറയുന്നത് ഓക്കെ, ഇഫ് ദ നമ്പർ ഓഫ് ടേംസ് n ഈസ് ഓഡ്. അതായത് നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ആണ്, ഓഡ് നമ്പേഴ്സ് അല്ല. അതായത് നമ്മൾ 1, 3, 5, 7 അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ടേംസ് ഓഡ്. n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയുന്നത് 1, 2, 3,
4, 5. ഓക്കെ. ഇവിടെ എത്ര ടേം ഉണ്ട്? 5 ടേം ഉണ്ട്. ഇതിലെ മിഡിൽ ടേം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്താ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ? നടുവിൽ നിൽക്കുന്നത് അല്ലേ? ഞാനിപ്പോൾ ഒരു പാർട്ടീഷൻ ചെയ്യുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ ഇവിടെ നോക്കിയേ. ഇവിടെ എത്ര ടേമുണ്ട്? 2 ടേമുകളുണ്ട്. ഇവിടെ എത്ര ടേമുകളുണ്ട്? 2 ടേമുണ്ട്. ആ ടേമുകൾ ആരോ ആയിക്കോട്ടെ. ഇത് നടുവിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താരാണ്? മൂന്നാമത്തെ ടേമാണ് അല്ലേ? മൊത്തം 5 ടേമുകൾ ഉണ്ട് വെച്ചെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഞാൻ നമ്പേഴ്സ് എഴുതാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ നമ്പറാന്ന് തെറ്റിദ്ധരിക്കും. ഓക്കെ. അങ്ങനെയല്ല. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എന്ത് നടുവിൽ നിൽക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത് മിഡിൽ ടേം. ഈ മിഡിൽ ടേം എപ്പോഴാണ് ഉണ്ടാവുക? മക്കളൊന്ന് നോക്കിക്കേ. ഇതാ ഇതിന് മിഡിൽ ടേം ഉണ്ടോ? ഓക്കെ. ഇതിന്റെ നടുവെന്ന് പറയുന്നത് എന്താ? ഇതാണ് അല്ലേ? ഇവിടെയും 2 ആൾക്കാര്, ഇവിടെയും 2 ആൾക്കാര്. ഇതിന് എന്തില്ല? മിഡിൽ ടേം ഇല്ല. കാരണം എന്തുകൊണ്ടാ? നോക്കിയേ. നമ്പർ ഓഫ് ടേംസ് എത്രയാ? നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. n എന്ന് പറയുന്നത് 4 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണോ? അല്ല. ഈവൻ നമ്പർ ആണ്. അപ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കില്ല? മിഡിൽ ടേം ഉണ്ടായിരിക്കില്ല. ഇതാണ് ഉദ്ദേശിച്ചത്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എന്താണ്? ഓഡ് ആണ്. ഇവിടെ 5 ആണ്. 5 ആയതുകൊണ്ട് എന്തുണ്ട്? അതിന് മിഡിൽ ടേം ഉണ്ട്. ഈ മിഡിൽ ടേം കണ്ടുപിടിക്കാനൊരു എളുപ്പവഴിയുണ്ട്. എളുപ്പവഴിയല്ല, ആക്ച്വലി അതങ്ങനെ ചെയ്യാം. അതായത് 5 പ്ലസ് 1, അതായത് നമ്മുടെ നമ്പർ ഓഫ് ടേംസ് എന്ത് ചെയ്യുക? n എന്ന് പറയുന്നത് 5 ആണെങ്കിൽ 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? 2 ചെയ്യുക. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? 6/2 കിട്ടും. ഈസ് ഈക്വൽ ടു എന്ത്? 3 എന്ന് വെച്ചാൽ ഇതിലെ മിഡിൽ ടേം ആണ് എന്നല്ല, മൂന്നാമത്തെ ടേം ആണ് നമുക്കിവിടെ എന്ത്? മിഡിൽ ടേം. അതായത് നമ്പർ ഓഫ് ടേം എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? 5 പ്ലസ് എന്ത്? 1 ഡിവൈഡഡ് ബൈ എന്ത്? 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കിട്ടുന്ന സംഖ്യ ആയിരിക്കും മിഡിൽ ടേം. നോക്കിക്കേ. ഇത് ഒന്നാമത്തെ ടേം, ഫസ്റ്റ് ടേം. ഇത് സെക്കൻഡ് ടേം. ഇത് തേർഡ് ടേം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ തേർഡ് ടേം ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? മിഡിൽ ടേം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഞാനിത് നമ്പർ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. സോ ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? നമ്മുടെ നടുവിലെ ടേം ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മുടെ സം ഓഫ് ടേംസ്. അതായത് ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 3, 6, 9. ഓക്കെ. ഇതാണ് എന്ത് പറയുന്നത്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. നമ്പർ ഓഫ് ടേംസ് എത്രയാ? നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 3 ആണ്. കോമൺ ഡിഫറൻസ് 3 ആയിരിക്കും അല്ലേ? സോ 2 ടേം കൂടെ തരാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ജസ്റ്റ് വരട്ടെ. 9, 12, 15. ഓക്കെ. സോ ഇതിലെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയാ? നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? n ഈസ് ഈക്വൽ ടു എന്താണ്? 5 ആണ്. അപ്പോൾ ഇതിന്റെ മിഡിൽ ടേം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെ അഞ്ചാമത്തെ ടേമിന്റെ കൂടെ 1 കൂട്ടി ബൈ 2. അതായത് മൂന്നാമത്തെ ടേം ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? മിഡിൽ ടേം എന്ന് പറയുന്നത്. ഇതാണല്ലോ മിഡിൽ ടേം എന്ന് പറയുന്നത്. ഓക്കെ. ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് നമുക്ക് പറയാം എന്താണ്? മിഡിൽ ടേം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടും. ഓക്കെ. 3 + 6 9, 9 9 18, 18 12 30, 30 45. ഓക്കെ. ഇതിന്റെ സം എന്ന് പറയുന്നത് 45 ആണ് കേട്ടോ. ഓക്കെ. സോ സം ആണേ. ശ്രദ്ധിക്കണം. സം ആണ്. ഓക്കെ. സം എന്ന് പറയുന്നത് 45 ആണ്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. അതായത് ഈ മിഡിൽ ടേം into number of terms. The sum of a terms Sn is equal to middle term into എന്താണ്? നമ്പർ ഓഫ് ടേം ആണ്. ഇവിടെ എത്ര ടേം ഉണ്ട് മൊത്തം? 5 ടേംസ് ഉണ്ട്. ഓക്കെ. n എന്ന് പറയുന്നത് നമ്മൾ 5 ആയിട്ടാണല്ലോ എടുത്തത് അല്ലേ? 5 ടേംസ് ഉണ്ട്. സോ ഒന്ന് നോക്കിക്കേ. 9 × 5 is equal to എത്ര കിട്ടും? 45. അതാണല്ലോ നമ്മുടെ സം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? സം എന്ന് പറയുന്നത് 45 ആണ്. ഓക്കെ ആണല്ലോ? സോ ഈ ഒരു ഫോർമുല വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓൺലി ആപ്ലിക്കബിൾ എന്താണ്? അത് ഓഡ് നമ്പർ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് നോക്കിക്കേ. ഞാനിപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തരാമെന്ന് വിചാരിക്കുക. ഓക്കെ. 4, 8, 12, 16, 20. ഇതിന്റെ സം ഒന്ന് കണ്ടുപിടിച്ചേ. 20 ആണ് കേട്ടോ അത്. ഓക്കെ. 16, 20. ഓക്കെ. ഇതിന്റെ സം ഒന്ന് കണ്ടുപിടിച്ചേ. എങ്ങനെ സം കണ്ടുപിടിക്കുക? നമുക്കറിയാം മൊത്തം എത്ര ടേം ഉണ്ട്? 5 ടേം ഉണ്ട് അല്ലേ? 1, 2, 3, 4, 5. 5 ടേം ഉണ്ടല്ലോ. 5 ടേം ഉണ്ടെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആയിരിക്കും? 5 + 1/2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 6/2 അല്ലേ? ഈസ് ഈക്വൽ ടു മൂന്നാമത്തെ ടേം ആണ് നമ്മുടെ എന്ത്? മിഡിൽ ടേം എന്ന് പറയുന്നത്. സോ ഇതാണ് 12 ആണ് നമ്മുടെ എന്ത്? മിഡിൽ ടേം. സോ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു എന്താണ്?
നമ്പർ ഓഫ് ടേം ആണ് അല്ലേ? മിഡിൽ ടേം എന്ന് പറയുന്നത് 12. 12 ഇൻറ്റു എത്ര ടേം ഉണ്ട്? 5 ഉണ്ട്. 12 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാ? 60 ആണ്. സോ ഇത് കൂട്ടി നോക്കി നോക്കൂ. 60 കിട്ടും. കറക്റ്റ് ആണ് നോക്കി നോക്കിയേ. 8ഉം 12ഉം 20. 20 20 40. 40 20 60 ഓക്കെ ആണല്ലോ. സോ ഈ മിഡിൽ ടേമിന്റെ ഫോർമുല ഇങ്ങനെയല്ല ചോദിക്കുക പരീക്ഷയ്ക്ക്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വാട്ട് ഈസ് മിഡിൽ ടേം? മിഡിൽ ടേം ഏതാ? അങ്ങനെയല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. സോ മിഡിൽ ടേമിന്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ചോദിക്കുകയാണ് ഒരെണ്ണത്തിന്റെ സം എന്ന് പറയുന്നത് ഒരു സീക്വൻസിന്റെ സം എന്ന് പറയുന്നത് ഇതാ. സം എന്ന് പറയുന്നത് 60 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ മൊത്തം നമ്പർ ഓഫ് ടേംസ് എത്ര എണ്ണമുണ്ട്? 5 ഉണ്ടെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയും? മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറയും. മിഡിൽ ടേം എന്നല്ല പറയാറുള്ളത്. മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കുക. മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 5. 5 ടേം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം ആണ് അല്ലേ? സോ മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം എന്താണ് ഫോർമുല എന്ന് പറയുന്നത്. സം എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കണം? മിഡിൽ ടേം നിൽക്കണ്ടേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നമ്പർ ഓഫ് ടേമിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അതായത് സം ബൈ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത്? മിഡിൽ ടേം എന്ന് പറയുന്നത് അല്ലേ? ഇവിടുത്തെ സം എന്ന് പറയുന്നത് എത്രയാ? 60 ബൈ 5 ഈക്വൽ ടു എത്ര കിട്ടും? 12. അത് തന്നെയല്ലേ നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത്? ഓക്കെ ആണല്ലോ. ഓക്കെ. സോ തിരിച്ചും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കീനോട്ടിലോട്ട് പോകാം. ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഓഡ് നമ്പേഴ്സിന്റെ കാര്യമാണ്. ഇനി അത് ഈവൻ നമ്പേഴ്സ് ആണെച്ചെങ്കിൽ എങ്ങനെയായിരിക്കും? ഒന്ന് നോക്കി നോക്കിയേ. ഈവൻ നമ്പേഴ്സിന് മിഡിൽ ടേം ഇല്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരു 4 ടേമുകളാണുള്ളത് വിചാരിച്ചോ. ഇതിനെന്തില്ല? മിഡിൽ ടേം ഇല്ല. സോ ഫോർമുല വേറെയാണ്. സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയേഴ്സ് ഡിവൈഡഡ് ബൈ എന്താണ്? സം ഓഫ് ഈച്ച് പെയർ. ഓരോ പെയറിന്റെ സമ്മും. അതായത് ഞാൻ പറഞ്ഞുതരാം കുറച്ചുകൂടി എളുപ്പമായിട്ട്. ഓക്കെ. സോ നമ്പർ ഓഫ് പെയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എത്ര പെയർ ഉണ്ട്? ഇവിടെ ഒരു ചെരുപ്പ് വാങ്ങുകയാണെന്ന് വെച്ചെങ്കിൽ അതെന്താ? ജോഡിയിലാ വാങ്ങിക്കുക അല്ലേ? ഇത് 4 ചെരുപ്പുകൾ ഇങ്ങനെ ഇട്ടേക്കാന്ന് വിചാരിക്കുക. ഇതിൽ എത്ര പെയറുണ്ടെന്ന് പറയാൻ പറ്റും? ഇതൊരു പെയറാ അല്ലേ? ഇതെന്താണ്? അടുത്ത പെയറാ. ശരിക്കും ഇങ്ങനെയല്ല പെയേഴ്സ് പറയുക. പെയേഴ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. 4 ടേംസ് ഇരിക്കുകയാണ്. വളഞ്ഞങ്ങോട്ടേക്ക് പോയി. ഓക്കെ. സോ ഇതാണ് ഒന്നാമത്തെ പെയർ. ഫസ്റ്റ് വൺ എന്താ? ലാസ്റ്റ് വൺ. ഇവിടെ കൊടുത്തിട്ടുണ്ടാവും കണ്ടോ? ഫസ്റ്റും ലാസ്റ്റും ഒരു പെയറാ. അതുപോലെ സെക്കൻഡും സെക്കൻഡ് ലാസ്റ്റും ആണ് എന്തെന്ന് പറയുന്നത്? അടുത്ത പെയർ. രണ്ടാമത്തതും ഇവിടെ ആകെ 4 ടേമുള്ളതുകൊണ്ട് എത്ര പേരേ ഉള്ളൂ? 2 പേരുള്ളൂ. സോ നമ്പർ ഓഫ് പെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് അവിടെ n+1/2 ഓഡിന് ചെയ്തില്ലേ? അതേപോലെ ഇവിടെ എന്ത് ചെയ്യുക? n എന്ന് പറയുന്നത് ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. സോ 4/2 എന്ത് കിട്ടും? 2. സോ ഇവിടെ എത്ര പെയറുണ്ട്? 2 പെയറുണ്ട്. സോ നമുക്ക് 100 എണ്ണം 200 എണ്ണം ഒക്കെ തന്നാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെയർ കണ്ടുപിടിക്കണം അല്ലേ? എത്ര പെയറുണ്ട് എന്ന് എണ്ണാൻ പറ്റത്തില്ലല്ലോ. സോ വരച്ച് നോക്കാനും പറ്റത്തില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പെയർസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് എന്തെന്ന് പറയുന്നത്? n/2. ജസ്റ്റ് ലോജിക് ആണ് കേട്ടോ. ഓക്കെ. ഈവൻ നമ്പർ ആണെച്ചെങ്കിൽ നമ്പർ ഓഫ് പെയർസ് കണ്ടുപിടിക്കുന്നത് എന്താണ്? n/2 ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. സോ നമുക്ക് നമ്മുടെ കൺസെപ്റ്റിലോട്ട് വരാം. കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത സാധനം തന്നെ എടുക്കാം. ഓക്കെ. 3, 6, 9, 12. ഇനി ഒരേ സംഖ്യ തന്നെ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓരോ കൺസെപ്റ്റ് പറയുമ്പോൾ ഈ 3, 6, 9 തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ച് ചെയ്തതൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഇതന്നെ പിടിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് സാറിന് വേറെ സീക്വൻസ് ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. ഓക്കെ. സോ ഇവിടെ മൊത്തം എത്ര പെയേഴ്സ് ഉണ്ട്? നമ്മുടെ എത്ര ടേംസ് ഉണ്ട്? മൊത്തം 4 ടേംസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. 4 ടേംസ് ഉണ്ടെങ്കിൽ എത്ര പെയർ ഉണ്ടായിരിക്കും? 2 പെയർ ഉണ്ടായിരിക്കും. ഓക്കെ. ഏതൊക്കെയാ പെയർ നോക്കിയേ. ഇതാണ് ഒന്നാമത്തെ പെയർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? രണ്ടാമത്തെ പെയർ. ഓക്കെ. സോ സം ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ടോട്ടൽ സം ഇതൊന്ന് മൊത്തം ഒന്ന് കൂട്ടി നോക്കി നോക്കിയേ. 3ഉം 6ഉം 9. 9 9ഉം 18. 18ഉം 10ഉം 28ഉം 30 എന്തെന്ന് പറയുന്നത്? ഇതിന്റെ സം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ സം എന്ന് പറയുന്നത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ സം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് പെയേഴ്സ് എത്ര പെയർ ഉണ്ട് മൊത്തം? 2 പെയർ ഉണ്ട്. ഇൻറ്റു എന്താണ്? സം ഓഫ് ഈച്ച് പെയർ. ഓരോ പെയറിന്റെയും സം. ഇവിടെയാണ് നമ്മൾ പെയേഴ്സ് എടുക്കുമ്പോൾ തെറ്റിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും ഒരിക്കലും ഒരു പെയർ ആയിട്ട് എടുക്കാൻ പാടില്ല. ഒന്നാമത്തെ ടേമും ലാസ്റ്റ് ടേം. ഇതിന്റെ ഒന്നാമത്തെ ടേം 3ഉം ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 12 ആണ്. 3 + 12 എത്രയാ? 15 ആണ് അല്ലേ? ഇത് നോക്കിയേ 2 × 15 എത്ര ആൻസർ കിട്ടുന്നത്? 30. അതല്ലേ നമ്മുടെ സം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ്. നെക്സ്റ്റ് ഇക്വേഷൻ. ഈവൻ നമ്പർ ആണെച്ചെങ്കിൽ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സം ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു എന്താണ്? സം ഓഫ് ഈച്ച് പെയർ ആണ്. ഓരോ പെയറിന്റെ എന്ത് ചെയ്യണം? സം ചെയ്യണം.
ഓക്കെ ആണല്ലോ. ഓരോ പെയറിൻ്റെയും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സം കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. ചിലപ്പോൾ സം ഓഫ് പെയേഴ്സ് തന്നിട്ട് നിങ്ങളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയും? സം കണ്ടുപിടിക്കാൻ പറയും. സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സം ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 15 നിങ്ങൾക്ക് തന്നു. മൊത്തം എത്ര ടേം ഉണ്ട്? 4 ടേം ഉണ്ടെന്ന് തന്നു. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? സം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമുക്കറിയാം എന്താണ്? സം ഓഫ് പെയർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർ. സോ എത്ര പെയർ ഉണ്ടെന്ന് പറഞ്ഞു? ഇവിടെ 4 ഇതുണ്ടെന്ന് പറഞ്ഞു. 4 ടേംസ് ആണ് കേട്ടോ. ഓക്കെ. 4 ടേംസ് ഉണ്ടെങ്കിൽ എത്ര പെയർ ഉണ്ടായിരിക്കും? 4/2 ഈസ് ഈക്വൽ ടു 2 പെയർ ഉണ്ടായിരിക്കും. സോ 2 ഇൻറ്റു സം ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 15 ആണ് അല്ലേ? 2 ഇൻറ്റു 15 എന്ന് പറയുന്നത് എത്രയാ? 30 ആണ്. ആ സം എന്ന് പറയുന്നത് എന്തായി? 30 ആയി അല്ലേ? സോ നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് എന്ത് ചോദിക്കും? ഒരു പെയർ ചോദിച്ചു കഴിഞ്ഞാലോ? ഒരു പെയർ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 2 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. അതായത് ഈ 2നെ എന്ത് ചെയ്താൽ മതി? ഇപ്പുറത്തോട്ട് കൺഫ്യൂഷൻ ആയോ? ഒരു മിനിറ്റ് ഞാനിതൊന്ന് മാച്ചിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് തന്നേക്കാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ പറയുക? സം എന്ന് പറയുന്നത് 30 എന്ന് തന്നിട്ടുണ്ട്. സം ഓഫ് പെയേഴ്സ് അല്ല നമുക്ക് തന്നേക്കുന്നത്. സം എന്ന് പറയുന്നത് 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ടേംസ് ഉണ്ട്? 4 ടേംസ് ആണുള്ളതെന്ന് പറഞ്ഞു. n ഈസ് ഈക്വൽ ടു 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും തമ്മിൽ ഫസ്റ്റത്തെയും ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ഓക്കെ. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം എന്ന് വിചാരിക്കുക. ഓക്കെ. സോ നമുക്കറിയാം 4 ടേം ഉണ്ടെങ്കിൽ എത്ര പെയർ കാണും? 2 പെയർ കാണും അല്ലേ? നമുക്കറിയാം സം എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആയതുകൊണ്ട്, അതായത് 4 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആയതുകൊണ്ട് എന്ത് ചെയ്യും? സം എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് പെയേഴ്സ് ആണ് അല്ലേ? ഞാൻ ഷോർട്ടായിട്ട് എസ് പി എന്ന് എഴുതിയേക്കാം കേട്ടോ. ഓക്കെ. സോ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? സം ഓഫ് പെയേഴ്സ് നമുക്ക് എന്ത് ചെയ്യില്ല? അറിയില്ല. ഈ സം ഓഫ് പെയർ ആണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ടേമും ഇതുപോലെ ഫോർത്ത് ടേമും തമ്മിൽ കൂട്ടിയത് അല്ലേ? ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സം എന്ന് പറയുന്നത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 30 തന്നിട്ടുണ്ട്. ഈ 2 ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? 30/2 ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിൽ വ്യത്യാസം എത്രയാണ്? 15 ആണ്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ. ഓക്കെ ആണല്ലോ. 2 സമ്മുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. വേറെ അരിത്മെറ്റിക് സീക്വൻസിന്റെ സമ്മ് നമ്മൾ അപ്പുറത്തെ പാഠത്തിൽ വേറെ പഠിക്കും. അതല്ലാണ്ട് 2 സം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ.